നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന കാനഡയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കടന്നുപോയ മത്സരത്തിൽ ലയണൽ മെസ്സി ഈ ടൂർണമെന്റിലെ തന്റെ ആദ്യ ഗോൾ കണ്ടെത്തി. എൻസോയുടെ ഷോട്ട് ഒരു സ്ലൈറ്റ് ഡിഫ്ലക്ഷനാണ് മെസ്സിയുടെ കാലിൽ നിന്നുള്ളത്. എന്തായാലും ഗോൾ ഒഫീഷ്യലി മെസ്സിയുടെ പേരിലാണ്. അതോടുകൂടി മെസ്സി ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നേടിയവരുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. അലി ദേയിയെ, ഇറാന്റെ ഇതിഹാസ പുരുഷൻ അലി ദേയിയെ മറികടന്നിരിക്കുന്നു. ഇനി മുന്നിലുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് നേരത്തെ തന്നെ ലിയോ മെസ്സിയുടെ പേരിലാണല്ലോ. നമ്മൾ നോക്കുകയാണ്, അലി ദേയിയുടെ പേരിൽ 108 അന്താരാഷ്ട്ര ഗോളുകളാണ് ഉണ്ടായിരുന്നത്. അത് മറികടന്നു ലിയോ മെസ്സി. ഇപ്പൊ 109 അന്താരാഷ്ട്ര ഗോളുകളായി. 130 ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഏറ്റവും അധികം ഗോളുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നേടിയതിന്റെ കണക്കിൽ 1ാം സ്ഥാനത്തുള്ളത്. ഇനി നോക്കുക, ലിയോ മെസ്സിയുടെ വേൾഡ് കപ്പിലെയും, അതായത് 2022 വേൾഡ് കപ്പിലെയും 2024 കോപ്പയിലെയും നോക്കൌട്ട് മത്സരങ്ങളിൽ ആകെ എത്ര ഗോളുകൾ അദ്ദേഹം നേടിയെന്ന കണക്ക്. 5 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകൾ. അത് കോപ്പയിൽ ഇത് ആദ്യ ഗോളാണ് എന്ന കാര്യം മറക്കേണ്ട. എങ്കിലും 2022 വേൾഡ് കപ്പും 24 കോപ്പയും നോക്കുമ്പോൾ നോക്കൌട്ട് മത്സരങ്ങൾ 5 എണ്ണം, 6 ഗോളുകൾ മെസ്സിയുടെ പേരിൽ. കഴിഞ്ഞില്ല, ലിയോ മെസ്സി 28 ഗോളുകളാണ് അർജന്റീനക്കായിട്ടുള്ള തന്റെ അവസാനത്തെ 25 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ളത്. ഇനി അർജന്റീന ലോകം ഭരിക്കുകയാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല. കഴിഞ്ഞ 5 വർഷത്തെ അർജന്റീനയുടെ കളിയുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. 61 മത്സരങ്ങൾ, അതിൽ അവർ തോറ്റത് 2 കളികളാണ്. 45 വിജയങ്ങളും 14 സമനിലകളും. സോ ഈ കാലയളവിൽ അവർ 3 ട്രോഫികൾ സ്വന്തമാക്കി. കോപ്പ അമേരിക്കയും വേൾഡ് കപ്പും വീണ്ടും കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കടക്കുന്നു. ബട്ട് ഓൾറെഡി ഫൈനലിസീമ അവരുടെ പേരിലുണ്ട്. അങ്ങനെ 3 ട്രോഫികൾ ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ട് ഈ കാലയളവിൽ 4ാം ട്രോഫിയിലേക്ക് അവർ അടുക്കുകയാണ് എന്ന കാര്യം കൂടി നോക്കുക. ഏതായാലും അർജന്റീന ലോകം ഭരിക്കുന്നു, ലിയോ മെസ്സി ചരിത്രം കുറിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.